ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈ ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് കോർണർ കിക്കും കാര്യങ്ങളും എടുക്കുമ്പോൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വരിക എന്നുള്ളത്. അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഹെഡിങ് ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയർ കോർണർ കിക്കിൻ്റെ സമയത്ത് ഹെഡ് ചെയ്യാൻ വരാതിരിക്കുകയും ഒപ്പണൻ്റ് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഹെഡിങ് ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയേഴ്സ് ഹെഡ് ചെയ്യാൻ വരുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. സോ നമ്മൾ നേരെ സ്ക്വാഡ് എടുക്കുക, അതിനുശേഷം മാച്ചിങ് റോൾ എടുക്കുക. അവിടെ നമുക്ക് ഓരോ മാച്ചിലും നമ്മൾ ലെഫ്റ്റ് കോർണർ കിക്ക് എടുക്കുന്ന ആരാണ്, അല്ലെങ്കിൽ റൈറ്റ് കോർണർ കിക്ക് എടുക്കുന്ന ആരാണ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും. അതിൽ നല്ല ആട്രിബ്യൂട്ടും കാര്യങ്ങളും, അതായത് നീല കളറിൽ 95 മണ്ടയിൽ ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കോർണർ കിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് അടിയിൽ പ്ലെയർ ടു ജോയിൻ അറ്റാക്ക് 1, അറ്റാക്ക് 2, അറ്റാക്ക് 3 എന്ന് പറഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. ഇത് മൂന്നുമാണ് മെയിനായിട്ടും നമ്മൾ കോർണർ എടുക്കുന്ന സമയത്ത് ഹെഡിങ്ങിന് വേണ്ടി ആൾക്കാരെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന സെറ്റിങ്സ്. അതിൽ ആദ്യമത്തെ അറ്റാക്കർ 1-നെ നമ്മൾ ഒരു സെൻറ്റർ ഫോർവേഡ്, നല്ല ബുള്ളറ്റ് ഹെഡറോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നിർത്താവുന്നതാണ്. രണ്ടാമതായി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ അത്യാവശ്യം ആട്രിബ്യൂട്ട് കുറവുണ്ടെങ്കിൽ പോലും ആ ഒരു പ്ലെയറിനെ നിർത്തുന്നതായിരിക്കും നല്ലത്. മൂന്നാമതായി ഡിഫൻഡറെ നമുക്ക് നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ രണ്ടാമത് ഡിഫൻഡറെയോ മൂന്നാമത് DMFനെ നിർത്താവുന്നതാണ്. ഒരിക്കലും നമ്മൾ മൂന്നിടത്തും ഡിഫൻഡർമാരെ നിർത്താതിരിക്കാൻ നോക്കുക. കാരണം എതിർ ടീം പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക് നടത്തിയാൽ നമ്മുടെ ഡിഫൻസ് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇങ്ങനെ സെറ്റിങ്സെല്ലാം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കോർണർ കിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായി തന്നെ ഹെഡർ ചെയ്യാൻ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉള്ള നമ്മൾ നിശ്ചയിച്ചേക്കുന്ന പ്ലേയേഴ്സ് വന്ന് ഹെഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാം. അതിലൂടെ നമുക്ക് കോർണർ കിക്കിലൂടെ ഗോളും കാര്യങ്ങളൊക്കെ കണ്ടെത്താനും സാധിക്കുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഫ്രീ കിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെ ഒരു ഗോളാക്കി മാറ്റാം ഫ്രീ കിക്ക് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി നോക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഫ്രീ കിക്ക് എടുക്കുന്നത് ചുമ്മാ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിടുന്നതാണ്. സ്വൈപ്പ് ചെയ്ത് വിടുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ വാളിൽ തട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പൊന്തി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ആ ഒരു ഫ്രീ കിക്ക് കൃത്യമായി ഗോൾ കണ്ടെത്താമെന്ന് നോക്കാം. ചെറിയൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫ്രീ കിക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഫ്രീ കിക്ക് ഒന്ന് ചിപ്പ് ചെയ്ത് ത്രൂ ആക്കി മാറ്റുക, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ത്രൂ ബോളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ചിപ്പ് ചെയ്ത് ത്രൂ ആക്കി മാറ്റുമ്പോൾ പ്ലെയർ ഓടി വരികയും അത് ഗോൾ കണ്ടെത്താനുള്ള വഴിയായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ത്രൂ കൊടുക്കുക, ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കുക, ഇത്ര മാത്രം ചെയ്താൽ മതി, ഗോൾ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഈ ട്രിക്ക് പലപ്പോഴും ഉപകാരപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. സോ ചെറിയൊരു ട്രിക്കാണ്, എന്തായാലും ഉപകാരപ്പെടുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേപോലത്തെ ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും കാര്യത്തിനൊക്കെ വേണ്ടി ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.